നമസ്കാരം. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല രീതിയിലല്ല ബന്ധം നിലനിൽക്കുന്നത്. കൂടാതെ 2008 കടൽ കടന്നെത്തിയ തീവ്രവാദികൾ മുംബൈ നഗരത്തിൽ ഭീകരാക്രമണം നടത്തിയതോടെ തുറമുഖവും ഉൾപ്പെടെ മുംബൈ നഗരം ഇപ്പോഴും കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. അപ്പോഴാണ് മുംബൈ തുറമുഖത്ത് പാകിസ്ഥാന്റെ കണ്ടെയ്നർ എത്തുകയും കൂടാതെ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവാദികൾ കണ്ടെയ്നറിൽ ഒളിച്ച് മുംബൈ നഗരത്തിലേക്ക് എത്തുന്നതാണോ എന്നൊരു സംശയമുണ്ടായിരുന്നത്. വിശദമായി നടത്തിയ പരിശോധനയിലാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ് എന്ന് വ്യക്തമായത്. പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങളടങ്ങിയ 39 പാകിസ്ഥാൻ കണ്ടെയ്നറുകൾ നവി മുംബൈ തുറമുഖത്ത് DRI ഉദ്യോഗസ്ഥർ പിടികൂടി. ഏകദേശം 9 കോടിയോളം രൂപ വില വരുന്ന 1115 മെട്രിക് ടൺ സാധനങ്ങളാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഇന്ന് പിടിച്ചെടുത്തത്. നിരോധനം മറികടക്കാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് ആദ്യം എത്തിക്കുകയും അവിടെ നിന്ന് ആ രാജ്യങ്ങളുടെ പേര് രേഖപ്പെടുത്തിയുമാണ് ഉത്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചത്. ഓപ്പറേഷൻ ഡീപ് മാനിഫെസ്റ്റ് എന്ന പേരിലായിരുന്നു പരിശോധന. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് 2 മുതൽ പാകിസ്ഥാനിൽ നിന്നുള്ള നേരിട്ടോ അല്ലാതെയോ ഉള്ള എല്ലാ ഇറക്കുമതിയും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ ട്രാൻസിറ്റും കേന്ദ്ര സർക്കാർ പൂർണ്ണമായി നിരോധിച്ചിരുന്നു. ഇത് മറികടക്കാനാണ് UAE വഴി സാധനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഉത്പന്നങ്ങൾ പിടിച്ചെടുത്തതിനായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ വാണിജ്യ ചട്ടങ്ങൾ ലംഘിച്ചാണ് ഇവ കൊണ്ടുവന്നതെന്നാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വിശദീകരിച്ചത്. ഇറക്കുമതി ചെയ്ത കമ്പനിയുടെ ഒരു പാർട്ട്ണറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പാകിസ്ഥാനിൽ നിന്നുള്ള ഉത്പന്നങ്ങൾക്ക് 200% ഇറക്കുമതി ചുങ്കം ചുമത്തിയിരുന്നു. അതിനുശേഷമാണ് പൂർണ്ണ നിരോധനം കൊണ്ടുവന്നത്. കർശന നിരോധനം നിലനിൽക്കുമ്പോഴും ചില സ്ഥാപനങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഉത്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനും അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. ഉത്പന്നങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ആദ്യം ദുബൈയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് കണ്ടെയ്നറുകളും കപ്പലുകളും മാറ്റി പിന്നീട് ഇന്ത്യയിലേക്ക് അയക്കുകയുമായിരുന്നു. അതാണ് ഇവരുടെ രീതി ചെയ്തുകൊണ്ടിരുന്നത്. സാധനങ്ങൾ കറാച്ചി തുറമുഖത്ത് നിന്നും അയച്ചതാണെന്ന് അറിയിക്കാതിരിക്കാൻ രേഖകളിലെല്ലാം ദുബായ് ജബൽ അലി പോർട്ടിൽ നിന്നുള്ളതാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇത്തരം ഇടപാടുകളുടെ സാമ്പത്തിക കൈമാറ്റം കൂടി കണ്ടെത്തിയാണ് അധികൃതർ ഈ സംഘത്തിന്റെ പ്രവർത്തനം നിരീക്ഷിച്ചതും ഒടുവിൽ 9 കോടിയോളം രൂപയുടെ സാധനങ്ങൾ പിടിച്ചെടുത്തതും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.